അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ പലതും നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ? പല നേട്ടങ്ങളും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഏതു കാര്യം നമ്മൾക്ക് നേടണമെങ്കിലും നമ്മൾക്കുണ്ടാവേണ്ട 3 ഘടകങ്ങളുണ്ട്. നമ്മൾ ഈ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും പാരത്രിക ജീവിതത്തിലെ നേട്ടങ്ങൾ കൈവരിക്കാനാണ് എങ്കിലും 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഡിസയർ എന്നുള്ളത്. ശക്തമായിട്ടുള്ള ആഗ്രഹം വേണം. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണമെങ്കിൽ മനസ്സിൽ അത് നേടണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് ആദ്യം നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം നമ്മൾ നിറക്കണം. എങ്കിലേ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് ഊർജം ലഭിക്കുകയുള്ളൂ. ഒരു ബലൂൺ കച്ചവടക്കാരന് ഒരു ബീച്ചിൽ ബലൂൺ കച്ചവടം നടത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹം കച്ചവടം കുറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പല കളറുകളിലുള്ള ബലൂണുകളിലൊക്കെ ഹീലിയം എന്നുള്ള ഒരു വാതകമുണ്ട്, അത് നിറക്കും. അപ്പോൾ ഈ ഹീലിയം നിറച്ചിട്ട് ബലൂൺ ഇങ്ങോട്ട് വിട്ടാൽ ബലൂണ് വളരെ ഉയരത്തിൽ പൊങ്ങിയിട്ട് പറക്കാൻ തുടങ്ങും. അപ്പോൾ ദൂരെയുള്ള കുട്ടികളൊക്കെ ഈ ഉയരത്തിൽ പറക്കുന്ന ബലൂണുകൾ കാണുകയും ആ കച്ചവടക്കാരൻ്റെ അടുക്കിലേക്ക് വന്ന് ബലൂൺ വാങ്ങുകയും ചെയ്യും. ഇത് അയാൾ കച്ചവടം കുറയുന്ന സമയത്ത് നടത്തുന്ന ഒരു തന്ത്രമാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു കുട്ടി വന്ന് അദ്ദേഹത്തിൻ്റെ ഷർട്ട് ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ബലൂണുകളൊക്കെ ഇങ്ങനെ ആകാശത്തേക്ക് പറക്കുന്നുണ്ട്, പക്ഷേ ഒക്കെ പല പല കളറുകളിലുള്ളതാണ്. എന്താണ് ഈ കറുത്ത ബലൂണുകൾ ഉയരത്തിൽ പറക്കാത്തത് എന്ന്? അപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞു, മോനെ, ബലൂണിൻ്റെ കളറിനല്ല പ്രശ്നമുള്ളത്, ബലൂണിൽ നിറച്ചതാണ് പ്രശ്നം എന്നുള്ളത്. ഇപ്പം കറുത്ത ബലൂണിൽ അദ്ദേഹം ഹീലിയം എന്നുള്ള വാതകം നിറച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് ഉയരത്തിൽ പൊങ്ങുന്നില്ല. മറ്റ് കളറുകളിലുള്ള ബലൂണുകളിലാണ് അദ്ദേഹം ഹീലിയം നിറച്ചിട്ടുള്ളത്, അതുകൊണ്ട് അത് ഉയരത്തിൽ പൊങ്ങുകയാണ്. ഇത് സൂചിപ്പിച്ചത് നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ നിറച്ചിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും നമ്മൾ ഉയർന്നു പൊങ്ങുക എന്ന്. ഒരാൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ വരണം, സ്വർഗം ലഭിക്കണം, നല്ല അറിവുണ്ടാവണം, പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കണം, എന്തെങ്കിലും ചെറിയ സ്വയം തൊഴിൽ പദ്ധതികൾ ചെയ്തിട്ട് വരുമാന മാർഗം ലഭിക്കണം, ഇങ്ങനെയുള്ള പലതിനെക്കുറിച്ചും ആ ആഗ്രഹങ്ങൾ ഒരാളുടെ മനസ്സിൽ നിറക്കുകയാണ് എങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഊർജം ലഭിക്കുമെന്ന. ശക്തമായിരിക്കണം ആ ആഗ്രഹമെന്ന, ശക്തമായിട്ട് ആഗ്രഹിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടുക്കൽ, നല്ല അറിവുള്ള ഒരു മനുഷ്യൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു, ഗുരു, എനിക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കണമെന്ന് ഉണ്ട്, അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ ജ്ഞാനിയായിട്ടുള്ള ഗുരു പറഞ്ഞു, ഞാൻ നാളെ പുഴക്കരയുടെ അവിടെ ഉണ്ടാകും, നീ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഈ ശിഷ്യന് ആ പുഴക്കരയുടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഈ ഗുരു കുറച്ച് വെള്ളത്തിലായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ആ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ആ ശിഷ്യൻ അങ്ങനെ ഇറങ്ങി ആ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. ആ ശിഷ്യൻ അടുത്തെത്തിയപ്പം ഗുരു കുറച്ചുകൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി നടന്നു. ആ ശിഷ്യനോടും അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. അങ്ങനെ വരുന്നതിനിൽ പെട്ടെന്ന് ആ ഗുരു, ആ ജ്ഞാനിയായിട്ടുള്ള ഗുരു ആ ശിഷ്യനെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പിടിച്ച് താഴ്ത്തി, ശക്തമായിട്ട് വെള്ളത്തിനടിയിൽ താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ശിഷ്യന് വെള്ളത്തിനടിയിൽ നിന്നിങ്ങനെ ശ്വാസത്തിന് വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പിന്നെ കുളത്തിലൊക്കെ കുളിക്കുന്ന സമയത്ത് നമ്മളൊന്ന് വെള്ളത്തിനടിയിൽ കുറച്ച് നേരം നിന്നാൽ ശ്വാസം മുട്ടും. അങ്ങനെ ഈ ശിഷ്യൻ ശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ പെടയുന്നുണ്ട്. അങ്ങനെ നല്ല കുറച്ച് ടൈം അങ്ങനെ പിടിച്ചു നിന്നതിന് ശേഷം പെട്ടെന്ന് ഗുരു അങ്ങോട്ട് പിടിവിട്ടു. അപ്പോൾ ഈ ശിഷ്യൻ
നല്ല സ്പീഡിൽ മുകളിലേക്ക് ഇങ്ങോട്ട് പൊന്തി അങ്ങനെ സ്പീഡിൽ ശ്വസിക്കാൻ തുടങ്ങി. അത്രയും സമയം ശ്വാസം കിട്ടാത്തതിൻ്റെ ആ ഒരു പ്രയാസം അദ്ദേഹം കൂടുതൽ ശ്വസിച്ചുകൊണ്ട് തീർക്കുകയാണ്. അതിനുശേഷം ആ ഗുരു ചോദിച്ചു, നിന്നെ ഞാൻ വെള്ളത്തിൽ താഴ്ത്തിയ സമയത്ത് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണ്? അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു, ഞാൻ വായു, എനിക്ക് ശ്വസിക്കാനുള്ള വായുവാണ് ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത്. അത് നീ എത്രത്തോളം ആഗ്രഹിച്ചു? ആ ശിഷ്യൻ പറഞ്ഞു, ഈ വായു ലഭിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ജീവൻ ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു അവസ്ഥയായിരുന്നുണ്ടായത്. അപ്പോൾ എനിക്ക് ജീവൻ ലഭിക്കണമെങ്കിൽ, ജീവൻ നിലനിർത്തണമെങ്കിൽ എനിക്ക് വായു വേണം എന്നായിരുന്നു. എന്നിട്ട് ആ ഗുരു പറഞ്ഞു, ആ ശിഷ്യനോട് പറഞ്ഞു, എങ്കിൽ നിനക്ക് എന്ത് നേട്ടം നിനക്ക് കൈവരിക്കണമെങ്കിലും, ജീവിതത്തിൽ നീ എന്തെങ്കിലും നിനക്ക് നേടണമെങ്കിൽ നീ ആ വെള്ളത്തിനടിയിൽ നിന്ന് വായുവിന് എത്രത്തോളം തീവ്രമായിട്ട് ആഗ്രഹിച്ചുണ്ടോ അത്ര പവറിൽ, അത്ര തീവ്രമായിട്ട് നീ നേടുന്നതിനെക്കുറിച്ച്, എന്താണോ നീ നേടാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നീ ആഗ്രഹിക്കണം എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ ഒന്നാമതായിട്ടുണ്ടാവേണ്ടത് ശക്തമായിട്ടുള്ള ആഗ്രഹമാണ്. ഈ കാര്യം, ഇത് 3 കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ 3ഉം വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിലെ 13-ാമത്തെ ആയത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ 3 കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ആയത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമതായിട്ട്, നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ടത് സാക്രിഫൈസാണ്, ത്യാഗമാണ്. ഒരു നേട്ടവും നമുക്ക് വെറുതെ ലഭിക്കുകയില്ല. അതിൻ്റെ പിന്നിൽ പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എത്രത്തോളം വലിയതിനെ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നേട്ടങ്ങൾ നമുക്ക് നേടണമെങ്കിലും 1 തീവ്രമായിട്ട് ആഗ്രഹിക്കണം, 2 ത്യജിക്കണം, 3 പ്രാർത്ഥിക്കണം. നമ്മുടെ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ത്യാഗം കൊണ്ടോ പരിശ്രമങ്ങൾ കൊണ്ടോ മാത്രം നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൂടി നമുക്ക് ലഭിക്കണം. അപ്പോൾ അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിലെ 13-ാമത്തെ ആയത്ത് നമ്മളൊന്ന് വിശകലനം ചെയ്യാം. അള്ളാഹു പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. وضرب الله مثلا للذين آمنوا, ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും മോഡലായിട്ട്, മാതൃകയായിട്ട് അള്ളാഹു ഫറോവയുടെ, ഫിർഔനിൻ്റെ ഭാര്യയെ എടുത്തു കാണിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ മോഡലാക്കാൻ ഒരു എക്സാമ്പിളായിട്ട്, അതിന് മാതൃകയായിട്ട് അള്ളാഹു കാണിക്കുന്നത് ആരെയാണ്? ഫറോവയുടെ ഭാര്യയായിരുന്ന ആസിയ റളിയല്ലാഹു അൻഹയാണ്. അവർ പറഞ്ഞു, ഇത് ഖാലത്ത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബേ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ നീ എനിക്കൊരു വീടുണ്ടാക്കി നൽകണേ എന്ന്. വനജ്ജിനി മിൻ ഫിർഔന വ അമലിഹി, ഫിർഔനിൻ്റെ പ്രവർത്തികളിൽ നിന്ന് നീ എനിക്ക്, ഫിർഔനിൽ നിന്നും അയാളുടെ അക്രമമായിട്ടുള്ള അയാളുടെ ചെയ്തികളിൽ നിന്നും നീ എനിക്ക് രക്ഷ നൽകണേ. വനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ, അക്രമികളായിട്ടുള്ള ജനതയിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകണേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളും ഈ ആയത്തും നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കാം. നേരത്തെ പറഞ്ഞ് എന്ത് നേട്ടം നമ്മൾക്ക് ലഭിക്കണമെങ്കിലും ഒന്നാമതായിട്ടുണ്ടാവേണ്ടത് എന്താണ്? ആഗ്രഹമാണ്. ശക്തമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ഈ ആയത്തിൽ ആസിയ റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിൽ ആ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വീട് എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം എന്നുള്ളത്. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ്? ഒരു നേട്ടവും നമുക്ക് ലഭിക്കുകയില്ല. എന്ത് നമ്മൾ ചെയ്യേണ്ടി വരും? സാക്രിഫൈസ് ചെയ്യേണ്ടി വരും,
ത്യജിക്കേണ്ടി വരും. ആസിയ റളിയല്ലാഹു അൻഹു ത്യജിച്ചു അല്ലേ? അവർ അന്ന് ലോകത്തുള്ള ഏറ്റവും സുഖസമ്പൂർണമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. വലിയ കൊട്ടാരത്തിൽ അവർക്കിഷ്ടമുള്ള ആഭരണങ്ങൾ ധരിക്കാമായിരുന്നു. മുത്തുകളും പവിയങ്ങളും രത്നങ്ങളും അവരുടെ മുമ്പിൽ ധാരാളം ഉണ്ടായിരുന്നു. ആഗ്രഹിക്കുന്ന ഭക്ഷണം അവർക്ക് ലഭിക്കുമായിരുന്നു. എങ്ങോട്ട് വേണമെങ്കിലും അവർക്ക് യാത്ര ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഈ ഭൂമിയിൽ പലരും ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ഒരു ജീവിത സാഹചര്യത്തിലായിരുന്നു ആസിയ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നത്. എന്നാൽ അവർ ഈ കേവല ഭൗതിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളെക്കാൾ വലിയ ഒരു ലക്ഷ്യം, വലിയ ഒരു ആഗ്രഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത് സ്വർഗത്തിലൊരു വീടുണ്ടാവുക എന്നുള്ളതായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ ദുനിയാവിലുള്ള ഈ സുഖസൗകര്യങ്ങളൊക്കെ എന്താണ്? മതാഉൽ ഹയാത്തി ദുനിയാണ്, ദുനിയാവിലെ സുഖസൗകര്യങ്ങളാണ്. മരണത്തോടുകൂടി ഇതൊക്കെ നഷ്ടപ്പെടും. എന്നാൽ മരണമില്ലാത്ത, നഷ്ടങ്ങളില്ലാത്ത ഒരു ലോകത്ത് അവിടെ വിജയിക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ത്യജിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനിൻ്റെ മുമ്പിലേക്ക് അള്ളാഹുവിൻ്റെ ദൗത്യവുമായിട്ട് വന്നു. അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീയൊതുങ്ങി ജീവിക്കണമെന്ന് മൂസാ അലൈഹിസ്സലാം പ്രബോധനം ചെയ്തു. എന്നാൽ ഫിറഔൻ അത് അനുസരിച്ചില്ല. ഫിറഔനിൻ്റെ അധികാര ശൃംഖലയിൽപ്പെട്ട മേധാവികൾ അനുസരിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിച്ചിരുന്ന ആളുകളെ അവർ പീഡിപ്പിക്കാൻ തുടങ്ങി, ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് ഇരയാക്കി. എന്നാൽ ഫിറഔനിൻ്റെ ഭാര്യയായിരുന്ന ആസിയ റളിയല്ലാഹു അൻഹ മൂസാ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിച്ചു. ഫിറഔൻ അവരെ പ്രലോഭിപ്പിച്ചു. ആ വിശ്വാസത്തിൽ നിന്ന് മാറിയാൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ നൽകാമെന്ന പ്രലോഭനങ്ങൾ അവർക്ക് മുമ്പിൽ വെച്ചു കൊടുത്തു. ആ പ്രലോഭനങ്ങളിൽ അവർ മയങ്ങുന്നില്ല എന്ന് കണ്ട ഫിറഔൻ ഭീഷണി മുഴക്കി. ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ ക്രൂരമായിട്ട് പീഡനങ്ങൾക്ക് വിധേയമാകേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, അതവർ ചെയ്യാനും തുടങ്ങി. അന്നുണ്ടായിരുന്ന വിശ്വാസികളെ, മൂസാ നബിയിൽ വിശ്വസിച്ചിരുന്ന വിശ്വാസികളെ ഫിറഔൻ ചെയ്തത്, അവരെ ഒരു ഇടത്തെ കൈ മുറിച്ചാൽ നേരെ ഓപ്പോസിറ്റുള്ള വലത്തെ കാലും മുറിക്കും. എന്നിട്ട് അവരെ ഒരു ഈത്തപ്പന തടിയിൽ ആണികൊണ്ട് തറച്ച് വെയിലത്ത് വെച്ച് അങ്ങനെ അതിൽ പിടഞ്ഞ് മരിക്കുന്ന, അങ്ങനെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഫിറഔൻ മൂസാ നബിയിൽ വിശ്വസിച്ച വിശ്വാസികളെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പീഡനങ്ങളൊക്കെ നേൽക്കേണ്ടി വരുമെന്ന് ആസിയ റളിയല്ലാഹു അൻഹയെ ഭീഷണിപ്പെടുത്തി. പക്ഷേ അവർ അതൊന്നും വകവെച്ചില്ല. അവർ മൂസാ നബി അലൈഹി സ്വലാമിൽ വിശ്വാസം, അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു. ഫിറഔൻ അവരെ മർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവരെ ശരീരത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള കുന്തം ചൂടാക്കിയിട്ട് അത് ശരീരത്തിൽ ഇങ്ങനെ കുത്തിയിറക്കി അവരെ ഇഞ്ചിഞ്ചായിട്ട് പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് ആസിയ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചത്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, റബ്ബേ നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ നീ എനിക്കൊരു വീട് നൽകണേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ അന്നുള്ള ഏറ്റവും വലിയ സുഖസൗകര്യങ്ങളൊക്കെ ത്യജിക്കുകയാണ്. അവർ മുൻഗണന നൽകുകയാണ് അല്ലേ? ഒരു ലക്ഷ്യം അവരുടെ മുമ്പിലുണ്ട്, ഒരു ആഗ്രഹം അവരുടെ മുമ്പിലുണ്ട്, അത് സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ഏത് നേട്ടവും നമ്മൾക്ക് കൈവരിക്കണമെങ്കിൽ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഈ പ്രവർത്തനം തുടങ്ങുമ്പോഴാണ് ത്യാഗം വരിക. മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന സന്ദേശത്തിൽ ആസിയ റളിയല്ലാഹു അൻഹ വിശ്വസിച്ചു. അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവർക്ക് ത്യജിക്കേണ്ടി വന്നു. മുൻഗണന ഫിറഔനിൻ്റെ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെക്കാൾ, അവിടെയുള്ള രുചികരമായ ഭക്ഷണത്തേക്കാൾ സ്വർഗത്തിന് അവർ മുൻഗണന നൽകി. അപ്പം നമ്മളെ ജീവിതത്തിലും നമ്മൾക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ ശക്തമായിട്ട് എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത്, ദുനിയാവിൻ്റെതായാലും ആഖിറത്തിൻ്റെതായാലും, അതിനുവേണ്ടി ശക്തമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം.
ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തനം തുടങ്ങണം. ഇങ്ങനെ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ മുൻഗണന മാറ്റിവെക്കും, അല്ലേ? ഇപ്പം നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരാൾ 5 നേരം നിസ്കരിക്കും, സുബഹി നിസ്കരിക്കും. നമ്മൾ ആ സുബയുടെ സമയത്തുള്ള ആ ബാങ്ക് കൊടുക്കുന്ന 5 മണി അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ആ സമയത്തുള്ള ഉറക്കത്തേക്കാൾ നമ്മൾ മുൻഗണന എന്തിനു നൽകുന്നു? നിസ്കാരത്തിന് നൽകുന്നു. അപ്പം ഒരു സംഗതി നമ്മൾക്ക് നേടണമെങ്കിൽ, ഇപ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കളിക്കുന്നതിനേക്കാൾ ചില സമയങ്ങളിൽ മുൻഗണന പഠനത്തിന് നൽകേണ്ടി വരും. അപ്പം എന്ത് നേടണമെങ്കിലും ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്ന സമയത്ത് മുൻഗണന നമ്മൾ നൽകേണ്ടി വരും പലതിനും. ആ മുൻഗണന നൽകുമ്പോഴാണ് ത്യാഗം വരുന്നത്. ആ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെക്കാൾ പരലോകത്തെ ജീവിതമാണ് എനിക്ക് വലുത് എന്നുള്ള മുൻഗണന ആസിയ റളിയല്ലാഹു അൻഹ നൽകിയപ്പോൾ അവർക്ക് കൊട്ടാരത്തിലുള്ള സുഖസമ്പൂർണമായിട്ടുള്ള ആ ഒരു ജീവിതം അവർക്ക് ത്യജിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ അവർ ഏൽക്കേണ്ടി വന്നു, മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അവർക്ക് ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് നേടണമെങ്കിലും, സ്വർഗം നേടണമെങ്കിലും പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും. ദുനിയാവിലുള്ള പല സുഖസൗകര്യങ്ങളും പല നമ്മുടെ നഫ്സിൻ്റെ പല ഇച്ഛകളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ജീവിതത്തിൽ എത്ര പ്രതികൂല സാഹചര്യങ്ങളിലും ഉന്നതമായിട്ടുള്ള ജീവിത ലക്ഷ്യം നമുക്കുണ്ടാവണം. ആസിയ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ജീവിത സാഹചര്യം ഒന്ന് പരിശോധിച്ച് നോക്കിയാണ്. അവർ ആ കൊടും പീഡനങ്ങൾക്ക് ഇരയാകുമ്പോഴും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അത് സ്വർഗത്തിലെ വീടാണ്. ദുനിയാവിലുള്ള കൊട്ടാരം, ദുനിയാവിലുള്ള വീട്, ദുനിയാവിലുള്ള സുഖസൗകര്യങ്ങൾ ഇതൊക്കെ മരണത്തോടുകൂടി നഷ്ടപ്പെടും. എന്നാൽ സ്വർഗത്തിലൊരു വീട് ലഭിച്ചാൽ അത് ഒരിക്കലും നഷ്ടമാകില്ല എന്നുള്ളതാണ്. അപ്പം ജീവിതത്തിൽ എത്ര പ്രതികൂല സാഹചര്യമാണ് ഉണ്ട് എങ്കിലും നമ്മൾക്ക് ഉന്നതമായിട്ടുള്ള സ്വപ്നങ്ങൾ ആ സാഹചര്യത്തിൽ ഉണ്ടാവണം. ഇപ്പം നമ്മൾ ദുനിയാവിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിക്കുകയാണ്. പല പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളുടെ അനുഭവങ്ങൾ കാണാറുണ്ട്. അവർ പറയും, വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, പഠിക്കാൻ പുസ്തകം വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല, പഴയ പുസ്തകങ്ങളിലുള്ള പേജുകൾ പറിച്ച് തുന്നിക്കൂട്ടിയിട്ടുള്ള അങ്ങനെയാണ് നോട്ട് ബുക്ക് ഉണ്ടാക്കിയത്. സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഭക്ഷണം, രാവിലെ സ്കൂളിലേക്ക് പോകുമ്പം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടായില്ല, ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ വീട്ടിലില്ലാതെ ഉച്ചവരെ പട്ടിണി കിടന്ന് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണമാണ്, അത് കഴിച്ചാണ് വിശപ്പടക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള എത്രയോ കുട്ടികളുണ്ട്. അവർ പറയാണ്, എങ്കിലും ജീവിതത്തിൽ എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. ജീവിതത്തിൽ എൻ്റെ വീട്ടിലെ സാഹചര്യം സാമ്പത്തികമായിട്ട് വളരെ ഉന്നത അവസ്ഥയിലായിരുന്നില്ല എങ്കിലും എൻ്റെ മനസ്സിൽ ഇന്ന സ്വപ്നം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എങ്കിലും നമ്മൾക്ക് ഉണ്ടാവേണ്ടത് ഉന്നതമായ ലക്ഷ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റുകൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പം എനിക്ക് ഭർത്താവില്ല, സാമ്പത്തിക സ്ഥിതി മോശമാണ്, അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് ഇരിക്കാതെ നമ്മളെ ഉള്ള സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത്, അപ്പോൾ നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉന്നത ലക്ഷ്യം എപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൂടി ഈ ഒരു ചരിത്രത്തിലുള്ള പാഠാണ്. ആസിയ റളിയല്ലാഹു അൻഹ ഉന്നതമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത് സ്വർഗത്തിലുള്ള ഒരു വീടാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിലും എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ് എങ്കിലും ദുനിയാവിൻ്റെ കാര്യമായാലും എന്തെങ്കിലുമൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ജീവിത സാഹചര്യം ഇതൊക്കെ ഇങ്ങനെയല്ല, അതുകൊണ്ട് എനിക്ക് ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ള നിരാശ നിറഞ്ഞ മനസ്സാവരുത് നമ്മൾക്കുണ്ടാവേണ്ടത്. നമ്മുടെ മനസ്സെപ്പോഴും പ്രതീക്ഷയുള്ള ഒരു മനസ്സായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 1 ശക്തമായിട്ടുള്ള ആഗ്രഹം, 2 ത്യാഗം, 3 പ്രാർത്ഥന. ആസിയ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ, ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ ആഗ്രഹിക്കണം, ത്യാഗങ്ങൾ സഹിക്കണം, പ്രവർത്തിക്കണം, മുൻഗണന നൽകണം. അതുകൊണ്ട് മാത്രം നേടാൻ കഴിയില്ല, അള്ളാഹിൻ്റെ തൗഫീഖ് കൂടി വേണം. അതാണ് ആസിയ റളിയല്ലാഹു അൻഹ
അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ബിനിലി ഇന്ദക ബൈത്തം ഫിൽ ജന്ന, അള്ളാഹുവെ നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് നൽകണേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, അത് ദുനിയാവിൻ്റെതായാലും ആഖിറവുമായി ബന്ധപ്പെട്ടതായാലും നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നേട്ടങ്ങൾ കൈവരിക്കാൻ. ഇരു ലോകത്തും നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ 3 കാര്യങ്ങൾ: 1 ശക്തമായ ആഗ്രഹം, ത്യാഗം, 3 പ്രാർത്ഥന. ഇതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള അനേകം കാര്യങ്ങളുണ്ട്. അതിൽ പെട്ട 3 കാര്യങ്ങളാണ്. ആ ഒരു രീതിയിൽ നല്ല ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലുമുള്ള രോഗികൾക്ക് നീ പരിപൂർണ ശിഫ നൽകണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ ഒരു പ്രയാസ സമയത്ത് ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്ക് നീ ഇരു ലോകത്തും ഹൈറും ബർക്കത്തും നൽകണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ ബർസക്കിയായ ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.